ഹായ്, എല്ലാവർക്കും സിൻസ് ഓഫ് മീഡിയയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നാം സംസാരിച്ച ബ്ലാക്ക് മാൻ, സ്പ്രിംഗ് മാൻ അല്ലെങ്കിൽ അജ്ഞാത ജീവി എന്നീ വീഡിയോക്ക് വളരെ വലിയ പ്രതികരണങ്ങളാണ് ലഭിച്ചത്. പ്രധാനമായിട്ടും ആ വീഡിയോയെ തുടർന്നുണ്ടായ ചില സംശയ നിവാരണമാണ് ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനൊരു സ്പ്രിംഗ് മാൻ എന്ന് പറയുന്ന അജ്ഞാത ജീവിയെക്കുറിച്ചുള്ള ആളുകളുടെ പ്രതികരണങ്ങളും ആളുകൾ അതിനെങ്ങനെയൊക്കെ കാണുന്നു എന്നത് പറയുകയും, രണ്ടാമത്തെ കാര്യത്തിൽ അങ്ങനെ ഒരു മനുഷ്യനില്ല, അതൊരു മാനസികമായ ഒരു വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ മാസായി കാണിക്കുന്ന ഒന്നാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. പ്രധാനമായും ആ വീഡിയോ കണ്ട ആളുകൾ ചോദിച്ചത്, പിന്നെ എന്താണ് ഒരു വീഡിയോയിൽ കാണുന്നൊരു വളരെ നീളമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു, CCTV ദൃശ്യമുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ്. എന്താണ് ആ CCTV ദൃശ്യത്തിൻ്റെ രഹസ്യം? പലരും ചോദിക്കുന്നത് ആ CCTV ദൃശ്യം കറക്റ്റാണ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇല്ലെന്ന് പറയുന്നത്? പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ആ CCTV ദൃശ്യം വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറം മഞ്ചേരി ഭാഗത്തുണ്ടായിരുന്ന ഒരു CCTV ദൃശ്യമാണ്. അതിനായത് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ നീളമുള്ളതാക്കി ചിത്രീകരിച്ച് വിട്ടതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോ പൊക്കിപ്പിടിച്ച് നിങ്ങളൊരു ബ്ലാക്ക് മാൻ്റെയോ സ്പ്രിംഗ് മാൻ്റെയോ കഥയുമായിട്ട് വരണ്ട. മറ്റൊരു കാര്യം, ഒരു ആളെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ കായിക ബലമുള്ള ഒരു ഇരുണ്ട് നിറമുള്ള ചുരുങ്ങിയ മുടിയുള്ള ഒരാളെ ചിത്രം കാണിച്ചിട്ട് ഇയാളാണ് ബ്ലാക്ക് മാൻ, ഇയാളെ പിടിച്ചല്ലോ, അങ്ങനെ വാട്സപ്പ് സർവകലാശാല ഒരുപാട് വാർത്തകൾ കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആഹ എന്ന് പറയുന്ന ഒരു കമ്പവലി ടീമിൻ്റെ, എടപ്പാളത്തെ കമ്പവലി ടീമിൻ്റെ കമ്പവലിക്കാരനായ ഒരു മഞ്ചേരിക്കാരൻ്റെ ചിത്രം കാണിച്ചിട്ടാണ് ഈ ബ്ലാക്ക് മാനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപക പ്രചരണം നടത്തുന്നത്. അദ്ദേഹം ഇന്നലെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, തൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇല്ലാത്ത കഥകൾ പറയുന്നു എന്നും. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കുന്നംകുളം, പഴഞ്ഞി ഭാഗങ്ങളിലും അതേപോലെ മലപ്പുറം ജില്ലയുടെ ചങ്ങരംകുളം, വെളിയങ്കോട്, പെരുമ്പടപ്പ്, പൊന്നാനി ഭാഗങ്ങളിൽ കണ്ടെന്ന് പറയുന്ന ബ്ലാക്ക് മാനെ പിടിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രചരണം ഏതോ ഒരു പാവം ഒരു കമ്പവലിക്കാരനായ ഒരാളാണ്, സുൽത്താൻ എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രചരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാനെ പിടിച്ചു എന്ന് പറയണേ. ഇതേപോലെ നിലവാരമേ ഉള്ളൂ ഈ ബ്ലാക്ക് മാനെ കണ്ടു എന്ന് പറയുന്ന ആളുകളും. ആര് കണ്ടു? എവിടെയും പറയുന്നില്ല. എൻ്റെ വീട്ടിൽ ഇന്നലെ തന്നെ പൊന്നാനിയിൽ നിന്ന് ചില സന്ദേശങ്ങൾ കിട്ടി, ഞങ്ങളുടെ വീട്ടിൽ വന്നു, ജനലമ്മ കുട്ടി, ആര് കുട്ടി, ഇങ്ങനെ ഇതൊരു വല്ലാത്ത പ്രചരണമായിട്ട് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട പൊന്നാനി CI സണ്ണി ചാക്കോ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം 4 വർഷം മുൻപ് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തിരിക്കെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വാർത്ത വന്നു, ഇതുപോലെ ബ്ലാക്ക് മാനെ കുറിച്ചായിരുന്നു. നിറം പിടിപ്പിച്ച കഥകളും ഒടിയൻ്റെ കഥകളൊക്കെ ചേർത്തിട്ടായിരുന്നു ഒരു ബ്ലാക്ക് മാൻ ആളുകളെ പീഡിപ്പിക്കുന്ന, ഭയങ്കര നീളമുള്ള കറുത്ത, പിടിച്ചാലൊക്കെ വഴുതി പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ അവരിട്ടു. ഈ കഥ വന്നതിന് ശേഷം ആ നാട്ടിൽ ജോലിക്ക് വന്ന 2 ബംഗാളികളെ രാത്രിയിൽ അവർ സിനിമ കഴിഞ്ഞോ മറ്റോ വരുന്ന ബംഗാളികളെ ആരൊക്കെയോ പിടിച്ചിട്ട് പറഞ്ഞു, അവരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാണ് ആ ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ ആളുകൾ കൂടി ഈ പിടിച്ചവർ മുങ്ങി. പിന്നെ വേറെ ആളുടെ കയ്യിലായി ഒരു വീട്ടിൽ അവരെ പാർപ്പിച്ചു. അപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ബ്ലാക്ക് മാനെ കാണാൻ വേണ്ടി തടിച്ചുകൂടി. പോലീസ് എത്തി. അങ്ങനെ ഈ സണ്ണി ചാക്കോ എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അവിടുത്തെ പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കാര്യങ്ങൾ അപകടമാണ്, വല്ലാതെ ആളുകൾ കൂടിയിട്ടുണ്ട്, വയലൻ്റാണ്, ഇദ്ദേഹത്തെ ഈ ഒരു ബംഗാളികളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരവസ്ഥയിലല്ല. അങ്ങനെ ഈ ബംഗാളികളെ പണിക്ക് വിളിച്ച ആൾ വന്നിട്ട് പറഞ്ഞത് ബംഗാളികളാണ്, ബ്ലാക്ക് മാൻ അല്ല, പക്ഷെ ആളുകൾക്ക് ബ്ലാക്ക് മാനെ കാണണം. അങ്ങനെ സണ്ണി ചാക്കോ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ വന്നു. അദ്ദേഹത്തിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് വണ്ടി നിർത്തേണ്ടി വന്നു എന്നാ. കാരണം ഇങ്ങോട്ട് കടത്തി വിടാൻ ആളുകൾ തയ്യാറായില്ല. അവസാനം എങ്ങനെയൊക്കെ ഇവിടെ എത്തി. അങ്ങനെ ഇയാൾ എന്തായാലും കോടതിയിൽ കൊണ്ടുപോകണമല്ലോ. ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാർപ്പിൻ്റെ മുകളിൽ, ഈ പണി തീരാത്ത വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴേക്കും ആളുകൾ കല്ലേറ് തുടങ്ങി. അപ്പോൾ ആളുകളുടെ ഉള്ളിൽ ഒരു ബ്ലാക്ക് മാൻ എന്ന് പറഞ്ഞ കഥ, നിറം പിടിപ്പിച്ചൊരു കഥ വല്ലാത്ത ഭീതി ഉണ്ടാക്കിയിരുന്നത്. ആരെ കിട്ടിയാലും അവർ ബ്ലാക്ക് മാനാന്ന് പറഞ്ഞ് കൊന്നുകളയും. ആ ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവരെ ഇത് കൂടുതൽ വയലൻ്റ് ആവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ബംഗാളികളെ 2 പേരെയും പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോയി കല്ലേറ് രൂക്ഷമായി. CIക്ക് നന്നായിട്ട് കല്ലേറ് കിട്ടി. 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഈ ഒരു സംഭവം അദ്ദേഹം പറയാൻ കാരണം, ആളുകൾ കേട്ട വാദി കേൾക്കാത്ത വാദി ഇങ്ങനെ ഉണ്ട് എന്ന് കരുതി വിശ്വസിക്കുന്ന ആളുകളാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു അജ്ഞാത ജീവിയോ ഒരു സ്പ്രിംഗ് മാനോ ബ്ലാക്ക് മാനോ ഇല്ല. ദയവ് ചെയ്തിട്ട് ഇതിനെ ചൊല്ലിയിട്ട് വെറുതെ ഭീതി. ഇപ്പം 2 ഭീതി അല്ലെങ്കിലേ ഉണ്ട്. ഒന്ന് കൊറോണ എന്നൊരു ഭീതി, 2 ലോക്ക്ഡൗണിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കുള്ളിലുണ്ട്. മൂന്നാമതൊരു ഭീതി ഉണ്ടാക്കിയിട്ട് ആളുകളെ വീടിനുള്ളിൽ ഉറങ്ങുന്നത് ഇല്ലായ്മ ചെയ്യരുത്. ഇപ്പം ഇന്നലെ പൊന്നാനിയിൽ നിന്ന് കേൾക്കുന്ന ഒരു സന്ദേശം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നു. പുതുപൊന്നാനി ഭാഗത്താണ്. ഇങ്ങനെ എല്ലാവരുടെ നാട്ടിലും വന്നു എന്ന് പറയുന്നതിന് ആര് വന്നു എന്ത് വന്നു ഒരു തെളിവുമില്ല. വർഷങ്ങൾക്ക് മുൻപ് ഖുർആനിൽ നിന്ന് കണ്ണിൻ്റെ പുരികം കിട്ടും, മുടി കിട്ടുന്നു പറഞ്ഞിട്ട് ഒരു മാസമായിട്ടൊരു പ്രചരണം ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഖുർആനിലും വീട്ടിലെ ഖുർആനുകളിലൊക്കെ ഈ മുടി കിട്ടി ഇങ്ങനെ മുടി കിട്ടിയ പ്രചരണം ശക്തമായിട്ട് ഞാൻ അന്ന് പുത്തമ്പള്ളിയിലെ വിൽക്കാൻ കൊണ്ടുവച്ച പുത്തമ്പള്ളി ജാറത്തിലെ ഖുർആൻ പരിശോധിച്ചു. അതിലൊന്നും മുടിയില്ല, കാരണം അത് ഓതാറില്ല. ഓതാത്ത ഖുർആനിൽ മുടിയില്ല. നമ്മൾ സാധാരണ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളൊക്കെ ഓതുമ്പോൾ തല ചൊറിഞ്ഞിട്ടും മറ്റും എന്താണ്ട് ഒരു മുടി ഖുർആനിൽ വീണിട്ടുണ്ടാവും. ഇങ്ങനെ ഈ മുടിയാവാൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രചരണം ഇതൊരു മാനസികമായൊരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിലും പോലീസിന് കാര്യമായിട്ടൊന്നും തെളിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ പല സ്ഥലങ്ങളിലും ആളുകളെ പിടിക്കാനാന്ന് പറഞ്ഞിട്ട് ആളുകൾ കൂട്ടം ചേർന്നിറങ്ങിയിട്ടുണ്ട്. ശക്തമായ പോലീസ് നടപടി ഉണ്ടാവും. ഒരു നിലക്കും നിങ്ങൾ ഈ ബ്ലാക്ക് മാൻ്റെ കാര്യത്തിലോ സ്പ്രിംഗ് മാൻ്റെ കാര്യം വിശ്വസിക്കരുത്. അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞു വരുന്ന പല സന്ദേശങ്ങളും വ്യാജമാണ്. ദയവ് ചെയ്ത് വ്യാജ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കരുത്. സ്പ്രിംഗ് മാൻ എന്നൊന്നും ഇല്ല, ബ്ലാക്ക് മാൻ എന്നൊന്നും ഇല്ല. ഒരുപക്ഷെ നാട്ടിൽ വല്ല സാമൂഹ്യ വിരുദ്ധരോ കള്ളന്മാരോ വന്ന് നിങ്ങളുടെ വീടുകൾ വന്ന് നമ്മളൊന്ന് കൊട്ടിയിട്ടുണ്ടാവാം, പേടിപ്പിച്ചിട്ടുണ്ടാവാം. കള്ളന്മാരെ അല്ലെങ്കിൽ നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതുപോലെ നേരിടുക. സ്പ്രിംഗ് മാനെക്കുറിച്ചോ ബ്ലാക്ക് മാനെക്കുറിച്ചോ ഭീതി വേണ്ട. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളിവിടെ ആ ഒരു ചിത്രം നമ്മൾ കാണിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് ആ വ്യാജ സന്ദേശം പിടിച്ചു എന്ന് പറയുന്ന മഞ്ചേരിയിലെ ആൾ. അപ്പോൾ നിങ്ങൾ അത്തരം സന്ദേശങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഒരു ഭീതിയും വേണ്ട, സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.